അപ്ഗ്രേഡ് പി എസ് സിയുടെ ഖാദി ബോർഡ് LDCയുടെ മോക്ക് ടെസ്റ്റ് 3ലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഠനത്തോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പഠന നിലവാരം വിലയിരുത്തുന്ന എക്സാമുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. ഗുഡ് ക്വാളിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താനാകും. ഒപ്പം തന്നെ പഠിച്ച കാര്യങ്ങൾ റിവിഷനും ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ മാക്സിമം അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിപ്പോൾ നമ്മുടെ 3ാമത്തെ മോക്ക് ടെസ്റ്റ് ആണ് ഖാദി ബോർഡ് LDCക്ക് വേണ്ടിയിട്ടുള്ള. സോ ഈ ഒരു ആദ്യത്തെ 2 മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാത്ത ആളുകൾ എന്ത് ചെയ്യുക, അത് പോയി അറ്റൻഡ് ചെയ്യുക. ഈ ഒരു മോക്ക് ടെസ്റ്റ് 20 മാർക്കിനാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇന്ത്യയുടെ മാർസ് ഓർബിറ്റൽ മിഷൻ അതായത് മോം മിഷൻ വിക്ഷേപിച്ചത് ഏത് വർഷമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ മാർസ് ഓർബിറ്റൽ മിഷൻ വിക്ഷേപിച്ചത് ഏത് വർഷം ആണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 2012, ഓപ്ഷൻ ബി 2014, ഓപ്ഷൻ സി 2016, ഓപ്ഷൻ ഡി 2018. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ വായിക്കുകയും ഒപ്പം ആൻസർ മാർക്ക് ചെയ്ത് പോവുകയും ചെയ്യുക. അപ്പോൾ ഞാൻ ഓപ്ഷൻ വായിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ആൻസർ മാർക്ക് ചെയ്തിരിക്കണം. അടുത്ത സെക്കൻഡിൽ ഞാൻ എന്ത് പറയും, ഉത്തരം പറയും. ഇൻ കേസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കുന്നതിലോ ഓപ്ഷൻ നോക്കുന്നതിലോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഉത്തരം പറയട്ടെ. ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി 2014 ആണെന്ത്, മോം മിഷൻ. അപ്പോൾ മോം മിഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ തന്നെ വളരെ അഭിമാനകരമായ മിഷനായിരുന്നു എന്ത്, മോം മിഷൻ, മാർസ് ഓർബിറ്റൽ മിഷൻ. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ രാജ്യമായിരുന്നു ആര്, ഇന്ത്യ. എവിടെ എത്തുന്നത്, മാർസിൽ എത്തുന്ന ആദ്യത്തെ രാജ്യം. എന്നാണ് വിക്ഷേപിച്ചത്? 2014 ആണോ? അല്ല, വിക്ഷേപിച്ചത് 13-ലാണ്. 13-ലാണ് വിക്ഷേപിച്ച 13-ലാണ്. വിക്ഷേപണം അവിടെ ലോഞ്ച് ആയതാണെന്ത്, അവിടെ മാർസിൽ എത്തിയതാണ് 2014. അപ്പോൾ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ പിക്ക് ചെയ്യുക എന്നുള്ളതാണ് എന്ത്, നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ 13 ഇല്ലാത്തതുകൊണ്ട് വിക്ഷേപിച്ചതെന്ന് ചോദിച്ചാൽ എന്താണ്, 14 ആണ് ഉത്തരം. മനസ്സിലായില്ലേ? അപ്പോൾ MCQ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണ്, മാക്സിമം ബെസ്റ്റ് ഓപ്ഷൻ പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 2013 വിക്ഷേപിച്ചു, 13 നവംബർ 5, 2014 സെപ്റ്റംബർ 24 എന്ത് ചെയ്തു, അത് മാർസിൽ ലോഞ്ച് ചെയ്തു എന്ന് ആലോചിക്കാം. ഏഷ്യയിലെ ആദ്യത്തെ രാജ്യമാണെന്ന് ഇന്ത്യ. ഒപ്പം തന്നെ 3ാമത്തെ ലോകരാജ്യങ്ങളിൽ 3ാമത്തെ രാജ്യമാണെന്ത്, മാർസിൽ ഒരു ഓർബിറ്ററെ എത്തിക്കുന്നത്. ഒപ്പം തന്നെ മെയ്ഡൻ അറ്റംപ്റ്റിൽ തന്നെ ഫസ്റ്റ് ഒരു സക്സസ് നേടിയ രാജ്യം കൂടിയാണ് എന്ത്, ഇന്ത്യ. അപ്പോൾ ഇത്രയും പോയിന്റുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ കണക്ട് ചെയ്ത് അത് ആലോചിച്ച് വെച്ചേക്കുക. കാര്യം ഈ ഒരു ചോദ്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് വരണം എന്നില്ല. പക്ഷേ ഈ കണക്റ്റഡ് ഫാക്ട്സുകളിൽ ഏതെങ്കിലും ഒരെണ്ണം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ദെൻ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഏത് കമ്പനിയാണ് വിക്ഷേപിച്ച പ്രോട്ടോടൈപ്പ് ഹ്യൂമനോയിഡ് റോബോട്ടാണ്, ഏത് കമ്പനി വിക്ഷേപിച്ച പ്രോട്ടോടൈപ്പ്, ഇതൊരു ക്വസ്റ്റ്യൻ ജസ്റ്റ് റെയറാണ്. ഏത് കമ്പനി തയ്യാറാക്കിയ ഹ്യൂമനോയിഡ് പ്രോട്ടോടൈപ്പ് ആണെന്ത്, ഒപ്റ്റിമസ്. അപ്പോൾ ഒപ്റ്റിമസ് എന്ന് പറയുന്ന റോബോട്ട് ഹ്യൂമനോയിഡ് റോബോട്ടാണ്. ഇത് തയ്യാറാക്കിയത് ഏത് കമ്പനിയാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ആപ്പിൾ, ഓപ്ഷൻ ബി ടെസ്ല, ഓപ്ഷൻ സി ആമസോൺ, ഓപ്ഷൻ ഡി പിന്നെ ആപ്പിൾ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു ഓപ്ഷൻ തരാം. ഫ്ലിപ്കാർട്ട് ആണെന്ന് വിചാരിച്ചോ, ഫ്ലിപ്കാർട്ട് ജസ്റ്റ്. അപ്പോൾ ഏതാണ് ഉത്തരം, നിങ്ങളൊന്ന് ഗസ് ചെയ്യുക. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി ടെസ്ലയാണേ. ഓപ്ഷൻ ബി ടെസ്ലയാണെന്ത്, ടെസ്ല തയ്യാറാക്കിയ ഹ്യൂമനോയിഡ് റോബോട്ടാണ് ഒപ്റ്റിമസ്. ഒപ്റ്റിമസ് എന്ന് പറയുമ്പോൾ ടെസ്ല തയ്യാറാക്കിയ ഹ്യൂമനോയിഡ് റോബോട്ടാണ്. ഒപ്പം തന്നെ ഈ ഒരു റോബോട്ട് വളരെ ഫേമസ് ആയി ഈ ഇടയ്ക്ക്. ബിക്കോസ് യോഗ പോസൊക്കെ, ഈ ഒരു റോബോട്ട് കാണിക്കുന്ന യോഗ പോസൊക്കെ ഭയങ്കര വൈറലായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഹ്യൂമനോയിഡ് റോബോട്ടാണെന്ത്, ഒപ്റ്റിമസ് എന്ന് പറയുന്നത്. ടെസ്ലയാണെന്ത് ഇതിൻ്റെ ഉൽപ്പാദകർ എന്ന് ആലോചിക്കുക. ദെൻ 3ാമത്തെ ചോദ്യം. ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനമായി ആചരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാണ്? സെപ്റ്റംബർ 12, ഒക്ടോബർ 17, നവംബർ 2, ഡിസംബർ 22. ഉത്തരം ഒക്ടോബർ 17 ഒക്ടോബർ 17. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്താണ്, ഒക്ടോബർ 17. അപ്പോൾ ഒറ്റയ്ക്കായി പോകുമ്പോൾ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരും എന്നാണ് ആലോചിക്കുക, ഒരു കോഡ് വെച്ച്. മനസ്സിലായോ? മാത്രമല്ല ഈ ദാരിദ്ര്യം അനുഭവിക്കാൻ നമുക്കൊന്നും കിട്ടാത്ത അവസ്ഥയാണല്ലോ. അപ്പോൾ അൺടച്ചബിലിറ്റിയുടെ ആർട്ടിക്കിൾ 17 ആണല്ലോ. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഒക്ടോബർ 17 ആണെന്ത്, ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം എന്ന് ആലോചിക്കുക. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഒക്ടോബർ 17. ദെൻ 4ാമത്തെ ചോദ്യം. ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച എല്ലാ അന്തിമ സാധന സേവനങ്ങളുടെയും പണമൂല്യം എന്താണ്? ഓപ്ഷൻ എ പ്രതിശീർഷ വരുമാനം, ഓപ്ഷൻ ബി അറ്റ ദേശീയ ഉൽപ്പന്നം, ഓപ്ഷൻ സി മൊത്ത ദേശീയ ഉൽപ്പന്നം, ഓപ്ഷൻ ഡി മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. ഏതാണ് ഉത്തരം? എന്താണ് ഉത്തരം? ഓപ്ഷൻ സി മൊത്ത ദേശീയ ഉൽപ്പന്നമാണ്. മൊത്ത ദേശീയ ഉൽപ്പന്നമാണ്. ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച എല്ലാ അതായത്
ഈ മൊത്ത ദേശീയ ഉൽപ്പന്നം, മൊത്ത ആഭ്യന്തര ഉൽപ്പന്നമാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവുക. ഈ ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളുടെ അളവാണ് എന്ത് ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത്. അതിപ്പോൾ US കമ്പനി ഇന്ത്യയിൽ വന്ന് ഉൽപ്പാദിപ്പിച്ചാലും അതും എന്തിലേക്ക് കൂട്ടും? ആഭ്യന്തര ഉൽപ്പന്നത്തിൽ കൂട്ടും. എന്നാൽ ദേശീയ ഉൽപ്പന്നം എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ ഇന്ത്യൻ കമ്പനി അമേരിക്കയിലാണ് പ്രവർത്തിക്കുന്നത്, അതിന്റെ വരുമാനം എന്തായിട്ട് ദേശീയ ഉൽപ്പന്നമായിട്ട് കൂടും. അപ്പോൾ ഒരു രാജ്യത്തിന്റെ ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച അന്തിമ സേവന ഉൽപ്പന്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മൊത്ത ദേശീയ ഉൽപ്പന്നമാണ്. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി, ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ഉത്തരം എഴുതാൻ ശ്രമിക്കുക. ദെൻ 5ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോഫി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? അപ്പൊ ഏറ്റവും കൂടുതൽ കോഫി, കഴിഞ്ഞ ഒരു മോക്ക് ടെസ്റ്റിൽ നമ്മൾ പറഞ്ഞു റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം പറഞ്ഞു. അപ്പൊ ഇത് കോഫി ഉൽപ്പാദിപ്പിക്കുന്ന ആരെന്ന് പറയണം. ഓപ്ഷൻ എ കർണാടക, ഓപ്ഷൻ ബി കേരളം, ഓപ്ഷൻ സി തമിഴ്നാട്, ഓപ്ഷൻ ഡി പശ്ചിമ ബംഗാൾ. ഏതാണ്? കർണാടകയാണ്. ഉത്തരം എന്താണ്? കർണാടക. ഇന്ത്യയിലെ തന്നെ 70% കോഫി ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? കർണാടകയാണെന്ന് നൽകിയ. ഇന്ത്യയിലെ 70% കോഫി ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? കർണാടകയാണ്. ദെൻ 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടുകൂടി ഇന്ത്യയിൽ ആരംഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇത്. അപ്പോൾ ഓപ്ഷൻസ്: ഓപ്ഷൻ എ റൂർക്കേല, ഓപ്ഷൻ ബി ഭിലായി, ഓപ്ഷൻ സി ബൊക്കാറോ, ഓപ്ഷൻ ഡി ദുർഗാപൂർ. ഏതാണ്? ഓപ്ഷൻ ബി ഭിലായി ആണ്. ഓപ്ഷൻ ബി ഭിലായി ആണെന്ത്? ഭിലായി. ഭിലായി എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. അപ്പോൾ ഭിലായി എവിടെയാണ്? ഛത്തീസ്ഗഡിലാണെന്ത് ഭിലായി ഉള്ളത് എന്ന് ആലോചിക്കുക. കിട്ടിയില്ലേ പോയിന്റ്? റഷ്യൻ കൊളാബറേഷനിലൂടെ ആരംഭിച്ചതാണെന്ത് ഭിലായി. ദെൻ അടുത്ത ചോദ്യം, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണ് വിവരാവകാശത്തിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെന്ത് വിവരാവകാശത്തിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ എത്ര ദിവസത്തിനകം മറുപടി നൽകിയിരിക്കണം? അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ വിവരാവകാശത്തിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ എത്ര ദിവസത്തിനകം മറുപടി നൽകിയിരിക്കണം? ഓപ്ഷൻ എ 30, ഓപ്ഷൻ ബി 35, ഓപ്ഷൻ സി 40, ഓപ്ഷൻ ഡി 45. ഏതാണ് ഉത്തരം? 35 ആണ്. 35 ആണെന്ത് ഉത്തരം. അപ്പൊ എന്നാ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിലോ? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആയിരുന്നെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ മറുപടി കൊടുക്കാം. എന്നാൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ആണെങ്കിൽ 35 ദിവസത്തിനുള്ളിൽ മറുപടി കൊടുത്താൽ മതിയാകും. ആലോചിക്കാം. ദെൻ അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ലോക്പാലിനെ തിരഞ്ഞെടുക്കുന്ന സെലക്ഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? ലോക്പാലിനെ തിരഞ്ഞെടുക്കുന്ന സെലക്ഷൻ, ഇപ്പൊ ആരാണ് ലോക്പാൽ? പിനാക്കി ചന്ദ്രഘോഷ് അല്ലേ? ഓക്കെ. അപ്പൊ ആരാണ് ഈ സെലക്ഷൻ കമ്മിറ്റിയിലുള്ളത്? ഓപ്ഷൻ എ, ഓപ്ഷൻ അല്ല ഇത്, നമുക്കൊരു എന്താണ്, ഒന്നാമത്തത് പ്രധാനമന്ത്രി, 2 ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, 3 ലോക്സഭാ സ്പീക്കർ, 4 ഒരു നിയമവിദഗ്ധൻ, 5 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അപ്പൊ ഓപ്ഷൻ എയിൽ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയെല്ലാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓപ്ഷൻ ബി പറയുന്നത് 1, 3, 4, 5. ഓപ്ഷൻ സി പറയുന്നത് 3, 1, 5. ദെൻ ഓപ്ഷൻ ഡി 1, 2, 4, 5. ഏതാണ്? മാർക്ക് ചെയ്തോ? ഉത്തരം എന്താണ്? ഇവയെല്ലാം ആണെന്ത് ഉത്തരം. അപ്പൊ സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ട്? ഇവരെല്ലാവരും ഉണ്ട്. പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ സ്പീക്കർ ഉണ്ട്, നിയമവിദഗ്ധനുണ്ട്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ട്. ദെൻ 9ാമത്തെ ചോദ്യം, MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം ഏത്? അപ്പൊ MS സ്വാമിനാഥനെ നമുക്കറിയാലേ, ഗ്രീൻ റവല്യൂഷന്റെ പിതാവാണ് ആര്? MS സ്വാമിനാഥൻ. അപ്പൊ പുള്ളിക്കാരൻ വികസിപ്പിച്ച ഗോതമ്പിനമാണ് ഇത്. ഓപ്ഷൻ എ ഗിരിജ, ഓപ്ഷൻ ബി സോന, ഓപ്ഷൻ സി സൊണാലിക, ഓപ്ഷൻ ഡി സബർമതി സൊറോണ. അപ്പൊ ഏതാണ്? ഓപ്ഷൻ ഡി സബർമതി സൊറോണയാണ്. ഓപ്ഷൻ ഡി സബർമതി സൊറോണ. കിട്ടിയില്ലേ പോയിന്റ്? അടുത്ത 10ാമത്തെ ചോദ്യം, അൾട്രാവയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കുന്ന ദോഷഫലങ്ങൾ ഏതെല്ലാം? അപ്പൊ 1 അകാല വാർദ്ധക്യം, 2 അന്ധത അല്ലെങ്കിൽ നിശ തിമിരം, 3 കാലാവസ്ഥാ മാറ്റം, 4 ആഹാര ശൃംഖലയിലെ തകർച്ച. ആഹാര ശൃംഖലയുടെ തകർച്ച. അപ്പോൾ ഓപ്ഷൻ എ പറയുന്നത് 1ഉം 3ഉം ആണെന്നാണ്, അതായത് അകാല വാർദ്ധക്യവും കാലാവസ്ഥ മാറ്റവും മാത്രമാണെന്നാണ് പറയുന്നത്. ഓപ്ഷൻ ബി പറയുന്നത് നിശാതിമിരവും ആഹാര ശൃംഖലയുടെ തകർച്ചയും ആണെന്നാണ്. ഓപ്ഷൻ സി പറയുന്നത് അകാല വാർദ്ധക്യം, നിശാതിമിരം, കാലാവസ്ഥ മാറ്റം 3ഉം ഉണ്ടെന്നാണ്. ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്നാണ് പറയുന്നത്. ഏതാണ് ഉത്തരം? ഇവയെല്ലാമാണെന്ത്? ഇവയെല്ലാം അൾട്രാവയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കുന്ന ദോഷഫലങ്ങളാണെന്ന് ആലോചിച്ച് വെച്ചേക്കുക. ദെൻ അടുത്ത് 11ാമത്തെ ചോദ്യം, നാട്ടുരാജ്യങ്ങൾ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയനക്കരാർ അനുസരിച്ച് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ട അധികാരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നുള്ളതാണ്. അപ്പൊ നാട്ടുരാജ്യങ്ങളുടെ ലയനക്കരാർ അനുസരിച്ച് ഏതൊക്കെ അധികാരങ്ങൾ വിട്ടുകൊടുക്കണ്ട, അതായത് കേന്ദ്ര സർക്കാരിന് വിട്ടുകൊടുക്കേണ്ടാത്ത അധികാരം ഏതൊക്കെയാണെന്നാണ്. അപ്പൊ ഓപ്ഷൻ എ പറയുന്നത് പ്രതിരോധം, ഓപ്ഷൻ ബി പറയുന്നത് ആഭ്യന്തരം, ഓപ്ഷൻ സി വിദേശകാര്യം,
ഓപ്ഷൻ ഡി വാർത്താവിനിമയം. ആക്ച്വലി നമ്മൾ ഈ ലയനം നടക്കുന്ന സമയത്ത് 3 കാര്യങ്ങൾ എന്ത് ചെയ്തു, വിട്ടുകൊടുക്കേണ്ടി വന്നു, കേന്ദ്ര സർക്കാരിന് വിട്ടുകൊടുക്കേണ്ടത്. അതിൽ ഒന്നാമത്തതാണ് എന്ത്, പ്രതിരോധം. 2 വാർത്താവിനിമയം. 3 വിദേശകാര്യം. അപ്പോൾ ആലോചിച്ച് വെച്ചേക്കുക. അപ്പോൾ പ്രതിരോധവും വാർത്താവിനിമയം വിദേശകാര്യം എന്താണ്, കേന്ദ്ര സർക്കാരിലേക്ക് കൈമാറേണ്ടി വന്നു. ആഭ്യന്തരം എവിടെയുണ്ട്, സ്റ്റേറ്റിന്റെ തന്നെ ആയിരുന്നു, അല്ലെങ്കിൽ പ്രിൻസിലി സ്റ്റേറ്റിന്റെ തന്നെ ആയിരുന്നു. ഏകദേശം 500ഓളം നാട്ടുരാജ്യങ്ങളാണ് എന്ത് ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചതെന്ന് ആലോചിക്കുക. ദെൻ 12ാമത്തെ ചോദ്യം, 500ഓളം അല്ല, 500 കൂടുതലുണ്ട്. ദെൻ 12ാമത്തെ ചോദ്യം എന്താണ്, ആനി ബെസന്റുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണെന്നാണ്. ആനി ബെസന്റുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായത് ഏതെന്നാണ് ചോദ്യം. ഫസ്റ്റ് ഓപ്ഷൻ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വിദേശ വനിത എന്നുള്ളതാണ്. തെറ്റായതാണ് ചോദ്യമേ. രണ്ടാമത്തത് ബോംബെയിൽ സെൻട്രൽ ഹിന്ദു സ്കൂൾ സ്ഥാപിച്ചു. ബോംബെയിൽ സെൻട്രൽ ഹിന്ദു സ്കൂൾ സ്ഥാപിച്ചു. മൂന്നാമത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യുന്നത് എങ്ങനെ എന്ന ആനി ബെസന്റിന്റെ പുസ്തകം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആഴത്തിലുള്ള പഠനമാണ്. ഓപ്ഷൻ ഡി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വയോധിക വിളിക്കപ്പെട്ടു. അപ്പൊ ഏതാണ് ആനി ബെസന്റിനെ കുറിച്ച് തെറ്റായ പ്രസ്താവന? ഓപ്ഷൻ ബി ആണ്. സെൻട്രൽ ഹിന്ദു സ്കൂൾ സ്ഥാപിച്ചു, അത് ശരിയാണ്. സെൻട്രൽ ഹിന്ദു കോളേജ് അതൊരു സ്കൂളാണ്. അത് സ്ഥാപിച്ചത് വാരണാസിയിലാണ്. പക്ഷേ വാരണാസി. സോ അത് ആലോചിച്ച് വെച്ചേക്കാം. ഇതിനടുത്ത് 13ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 വകുപ്പ് ഏതാണ്? വകുപ്പ് ഏതാണ്? വകുപ്പ് 3 ആണ്. അപ്പോൾ ഒരു മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട മനുഷ്യാവകാശ നിയമത്തിലെ വകുപ്പാണെന്ത്? വകുപ്പ് 3. ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അരുൺ കുമാർ മിശ്രയാണ്. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അരുൺ കുമാർ മിശ്ര. എന്നാൽ കേരളത്തിൽ ആരാണ്? യെസ്, മണികുമാർ ആണ്. മണികുമാർ. ആലോചിക്കുക. കിട്ടിയില്ലേ പോയിന്റ്? അടുത്ത ചോദ്യം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ സംസ്ഥാന പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി. ഓപ്ഷൻ ബി മുഖ്യമന്ത്രി. ഓപ്ഷൻ സി നിയമസഭാ സ്പീക്കർ. ഓപ്ഷൻ ഡി ഗവർണർ. ആരാണ് ചെയർമാൻ? അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയാണ്. ദെൻ 15ാമത്തെ ചോദ്യം, ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് എവിടെയാണ്? ആരാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്? വാഗ്ബടാനന്ദൻ അല്ലേ? വാഗ്ബടാനന്ദൻ സ്ഥാപിച്ചത്. ഓപ്ഷൻ എ തലശ്ശേരി. ഓപ്ഷൻ സി വടകര. ഓപ്ഷൻ ബി വടകര. ഓപ്ഷൻ സി കാലടി. ഓപ്ഷൻ ഡി ഒറ്റപ്പാലം. എവിടെയാണ്? വടകരയിലാണ്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ച എവിടെയാണ്? വടകരയിലാണ്. ആരാണ് സ്ഥാപിച്ചത്? വാഗ്ബടാനന്ദനാണ്. ദെൻ 16ാമത്തെ ചോദ്യം, നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ശ്രീമൂലം പ്രജാസഭയിലേക്ക് വോട്ടവകാശത്തിന് വേണ്ടി നടത്തിയ സമരമാണെന്ത്? നിവർത്തന പ്രക്ഷോഭം എന്നാണ് പറയുന്നത്. ശരിയാണോ? ദെൻ അടുത്ത് രണ്ടാമത്തെ ഓപ്ഷൻ PSC രൂപീകരണത്തിലേക്ക് നയിച്ചു. മൂന്നാമത്തത് സംയുക്ത രാഷ്ട്രീയ സമിതി നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നാലാമത്തത് തിരുവിതാംകൂറിലെ ഭരണഘടന പരിഷ്കാരങ്ങൾക്കെതിരെ നടത്തിയ സമരമാണ് നിവർത്തന പ്രക്ഷോഭം. അപ്പോൾ ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ പറയുന്നത് 1ഉം 3ഉം പറയുന്നുണ്ട്. ഓപ്ഷൻ ബി പറയുന്നുണ്ട് 2ഉം 3ഉം 4ഉം പറയുന്നുണ്ട്. ഓപ്ഷൻ സി 1, 2, 3, 4, അതായത് ഇവയെല്ലാം ശരിയാണെന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ ഡി പറയുന്നുണ്ട് 1ഉം 2ഉം. ഏതാണ് ശരി? ഇവയെല്ലാം ശരിയാണ്. നിവർത്തന പ്രക്ഷോഭമായി ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളെല്ലാം ശരിയാണ്. നിവർത്തന പ്രക്ഷോഭം എന്നായിരുന്നു? 1932 ആരൊക്കെയാണ് നിവർത്തന പ്രക്ഷോഭത്തിന്റെ ലീഡേഴ്സ്? NV ജോസഫ് ഉണ്ട്. PK കുഞ്ഞുണ്ട്. PK കുഞ്ഞ്. ദെൻ പിന്നെ സി കേശവനുണ്ട്. ആരൊക്കെയാണ്, ഏതൊക്കെ മതവിഭാഗക്കാരാണെന്ന് നിവർത്തന പ്രക്ഷോഭം നടത്തിയത്? ക്രിസ്ത്യൻ, മുസ്ലിം ആൻഡ് ഈഴവ. ക്രിസ്ത്യൻ, മുസ്ലിം ആൻഡ് ഈഴവ സമൂഹങ്ങളാണെന്ത് നിവർത്തന പ്രക്ഷോഭം. എന്തിനാണ് നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീമൂലം പ്രജാസഭയിലേക്ക് വോട്ടവകാശം, ഒപ്പം തന്നെ ഗവൺമെന്റ് ജോലികളിൽ എന്താണ് റിസർവേഷൻ വേണമെന്നുള്ളൊരു ആവശ്യവും ഉന്നയിച്ചുകൊണ്ട് ട്രാവൻകൂറിൽ നടന്നതാണ്. 1932 നടന്നത്. ആലോചിച്ച് വെച്ചേക്കുക. ദെൻ അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇതിനെ പ്രീവിയസ് ക്വസ്റ്റ്യൻ അനാലിസിസ് വീഡിയോസും പിന്നെ KASന്റെ LSGSന്റെയും ഫ്രീ ക്ലാസ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകളൊന്നും കേൾക്കാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക? ഇത് കേൾക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് സീരീസുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ നോട്ട്സുകൾ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്. അപ്ഗ്രേഡ് PSC എന്ന് പറഞ്ഞ ടെലഗ്രാം ചാനലുണ്ട്. അതെന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. ദെൻ അടുത്ത 17ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് സൈനിക ജനറൽമാരെ നായകന്മാരാക്കി
ആര് വരച്ച ചിത്രമാണ് ലക്നൌവിന്റെ ആശ്വാസം? അപ്പൊ ലക്നൌവിന്റെ ആശ്വാസം വരച്ചത് ആരാണ്? ജോൺസ് ബാർക്കർ ആണ്. ജോൺസ് ബാർക്കർ ആണ്. ഓക്കെ, ജോൺസ് ബാർക്കർ ആണ്, ആലോചിച്ച് വെച്ചേക്കുക. ദെൻ അടുത്ത് 18ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ചുവടെ നൽകിയിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന, ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാലത്തെ വാസത്തിന് ശേഷം 1915 ജനുവരി 12 ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. ദെൻ രണ്ടാമത്തത്, അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹത്തിന് ഒരു പുതിയൊരു സമരരീതി ഗാന്ധിജി രൂപപ്പെടുത്തി. അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹത്തിന് എന്നൊരു പുതിയൊരു സമരരീതി ഗാന്ധിജി രൂപപ്പെടുത്തി. ആശയ പ്രചരണത്തിന് വേണ്ടി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അദ്ദേഹം സബർമതി ആശ്രമം സ്ഥാപിച്ചു. ദെൻ ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം ഏറ്റെടുത്തോടുകൂടി സത്യാഗ്രഹ സമരത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിച്ചു. അപ്പൊ ഇതിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. അപ്പൊ ഇതെല്ലാം ശരിയാണെന്നാണ് ഓപ്ഷൻ എ പറയുന്നത്. ഓപ്ഷൻ ബി പറയുന്നത് 2, 3, 4 മാത്രം ശരിയാണെന്നാണ്. ഓപ്ഷൻ സി പറയുന്നത് 2, 3 മാത്രം ശരിയാണെന്നാണ്. ഓപ്ഷൻ ഡി പറയുന്നത് 1, 4 മാത്രം ശരിയാണെന്നാണ്. അപ്പോൾ ഓപ്ഷൻ സെലക്ട് ചെയ്തോ? അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണെന്നാണ് പറയുന്നത്. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റും എന്താണ്? ശരിയാണ്. അഹിംസയിൽ അധിഷ്ഠിതമായതാണെന്ന് ഗാന്ധിജിയുടെ സത്യാഗ്രഹം. ആശയ പ്രചരണത്തിന് വേണ്ടി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അദ്ദേഹം സബർമതി ആശ്രമം സ്ഥാപിച്ചു. ശരിയാണ്. ജനങ്ങളുടെ പങ്കാളിത്തം കൂടിയില്ലേ ഗാന്ധിജി വന്നതുകൂടി? ശരിയാണ്, അതും ശരിയാണ്. എന്നാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ തെറ്റെന്താണ്? 1915 വരുന്നത്, ജനുവരി 9 12 ജനുവരി 9. ജനുവരി 9 പ്രത്യേകത എന്താണ്? ജനുവരി 9 ഗാന്ധിജി വരുന്നത്. അതുതന്നെ പ്രവാസി ഭാരതി ദിവസമായിട്ട് ആചരിക്കും അല്ലെ? പ്രവാസി ഭാരതി ദിവസ്, ആലോചിക്കാം. ദെൻ 19ാമത്തെ ചോദ്യം, ചാമ്പല മലയണ്ണാനും നക്ഷത്രാമയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാറാണ്. ചിന്നാർ. അപ്പൊ ഏതാണ്? ചിന്നാറാണ്. ചിന്നാർ എവിടെയാണ്? ചിന്നാർ ഇടുക്കിയിലാണ്. ഇടുക്കിയിലാണെന്ത്? ചിന്നാർ. ചിന്നാർ എവിടെയാണ്? ഇടുക്കി. ആലോചിച്ച് വെച്ചേക്കാം. ദെൻ കേരളത്തിലെ നാഷണൽ പാർക്കുകൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? അപ്പോൾ ഓപ്ഷൻ എ ഇരവികുളം, ഓപ്ഷൻ ബി പേപ്പാറ, ഓപ്ഷൻ സി ആനമുടിച്ചോല, ഓപ്ഷൻ ഡി സൈലന്റ് വാലി. ഏതാണ്? അപ്പൊ കേരളത്തിലെ നാഷണൽ പാർക്ക് അല്ലാത്തവയ്ക്ക് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ ബി പേപ്പാറയാണ്. പേപ്പാറ എന്താണ്? ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ് അല്ലെ? ബാക്കിയെല്ലാം എന്താണ്? നാഷണൽ പാർക്കുകളാണ്. ഇതെന്താണ്? ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ്. ആലോചിച്ച് വെച്ചേക്കുക. അപ്പോൾ നിങ്ങൾ ഈ ചോദ്യം അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് തെറ്റിയ ചോദ്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നോക്കുക. പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ചോദ്യങ്ങൾ ഉണ്ടാകും, അത് എന്ത് ചെയ്യുക? എഴുതി വെച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്ഗ്രേഡ് PSC.